എനിക്കറിയാമല്ലോ, ഒരു വാർണിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും ചെയ്തില്ല. എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്യായമാണ്. ഞാൻ DGP വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയാൻ നോക്കാല്ലേ. പിന്നല്ലാണ്ട് ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP-മാരാണ്. ആ 6 MP-മാരും 4-5 MLA-മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് അടിക്കാൻ പാടും. അത് മാത്രമല്ല ഭയങ്കര ഹൈ ഗ്രേഡ് ആയിരുന്നു. അവ പുകയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മൂക്കും കണ്ണും പിന്നെ തോലും പിന്നെ ലങ്സും ഒക്കെ എരിയാൻ തുടങ്ങി, ശ്വാസം മുട്ടാൻ തുടങ്ങി. ആർക്കറിയാം ആരാണ് ഈ ഓർഡർ കൊടുത്തത്? DGP പറഞ്ഞു ഞാൻ തന്നെ ടെലിവിഷനിൽ കാണാൻ എനിക്ക് അതിശയമാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ആരാ കൊടുത്തിരിക്കുന്ന ഓർഡർ അത് കണ്ടുപിടിക്കട്ടെ. തീരെ ശരിയല്ലാതെ ഒരു സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഈ പോലീസിന്റെ ഈ നടപടി പ്രതിപക്ഷത്തെ അടച്ചാക്ഷേപിക്കാനാണെന്ന് കരുതുന്നുണ്ട്. എനിക്കൊരു ജനാധിപത്യത്തിൽ പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഞങ്ങൾ ഭരിക്കുമ്പോൾ അവരും അതുപോലെ ആ അവകാശം നല്ലപോലെ ഉപയോഗിച്ചു. അപ്പോൾ എന്താ ഈ സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത്? ആരും ഒന്നും ചെയ്യാത്ത എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ മനഃപൂർവ്വമായിട്ട് ഇത് ചെയ്തത്. ഇതൊരു അർത്ഥമില്ലാത്തൊരു പരിപാടിയാണ്. ഇത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമാണ് അവർ പെരുമാറ്റം. ആർക്കറിയാം അവരുടെ ഉദ്ദേശം എന്താണെന്ന്. പക്ഷേ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ജനങ്ങൾ ഞങ്ങളെ കേട്ടിട്ടുണ്ട്. എല്ലാ മാധ്യമക്കാരുടെ മുമ്പിലല്ലേ ഇത് സംഭവിച്ചത്. ഞാൻ എപ്പോഴും ഇവരെ പിന്നെ സാമൂഹ്യ മാധ്യമത്തൊക്കെ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് അനുഭവിച്ച കാര്യങ്ങൾ കണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തം അനുഭവം ഉണ്ടായിരുന്നു. ഇവരുടെ അന്യായവും ഇവരുടെ ക്രൂരതയും ഇവരുടെ ജനാധിപത്യ വിരുദ്ധ പെരുമാറ്റവും ഇതെല്ലാം ഞാൻ തന്നെ കാണാൻ സാധിച്ചു, ഞാൻ തന്നെ അനുഭവിച്ചു, ചുമച്ചു, ഞാൻ തന്നെ എരിഞ്ഞു. എനിക്കറിയാം ഇപ്പം എന്താണ് ഇവരുടെ പെരുമാറ്റം. അടിക്ക് തിരിച്ചടി എന്നുള്ളതാണോ അവർ പറയുന്നത്? പോലീസിനെ ആക്രമിച്ചാൽ കണ്ടു നിൽക്കും ഒരു സാധ്യതയുമില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചടിക്കുന്നതാണ് ആവശ്യം. അടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു തെറ്റ് ചെയ്ത ശേഷം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നുണ പറഞ്ഞോട്ടെ, ഞങ്ങളാരും വിശ്വസിക്കില്ല. എൻ്റെ കണ്ണോട് ഞാൻ കണ്ടതാണ്. ആൾക്കാർ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വെള്ളം തെറിയുന്നു, വാട്ടർ ക്യാനൺ അടിക്കുന്നു, ടിയർ ഗ്യാസിൻ്റെ പുക വരുന്നു. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ മനസ്സിലായില്ല.